നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 26-ാം തീയതി 1199 ആണ്ട് കർക്കിടക മാസം 11-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ് ഉത്രട്ടാതി. ശുഭനക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി. അതുപോലെ നല്ല ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ രണ്ടും കൂടി ഒത്തുകൂടിയിരിക്കുന്ന ദിവസമാണ് ഇന്ന്. വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് ഷഷ്ഠി കൂടിയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം. ഷഷ്ഠിക്ക് കൂടി ഞാൻ പ്രാധാന്യം കൊടുത്തെന്ന് പറയുമ്പോൾ ശരിക്ക് മക്കൾക്ക് വേണ്ടി അമ്മ ഷഷ്ഠിവ്രതം എടുക്കാം. അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണത്തെ കൊടുക്കും. ഏറ്റവും കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ഠി കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇന്ന് ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഉത്രട്ടാതിക്ക് ഇപ്പോൾ പൊതുവേ ഏഴരശനി നിൽക്കുകയാണ്, വേഴം 3 നിൽക്കുകയാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം നടക്കും. വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രദാനം ചെയ്തു തരുന്ന ഒരു വർഷമായിരിക്കും എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 10:30 മണി മുതൽ 12 മണി വരെ രാവുകാലം എന്നാണ്. 10:30 മണി മുതൽ 12 മണി വരെ അല്ല രാവുകാല സമയം. രാവുകാല സമയം 10:57 തൊട്ട് തുടങ്ങിയേ ഉള്ളൂ. 12:31 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 10:57 മുമ്പോ 12:31 ശേഷമോ നിങ്ങൾ ഒരു കാര്യത്തിന് യാത്ര തിരിക്കുക. അതേപോലെ അഭിജിത്ത് മുഹൂർത്തം വരുന്നതും 12:07 തൊട്ട് 12:55 വരെയാണ്. ഈ സമയവും നമുക്ക് വളരെ ഭാഗ്യദായകമാണ്. അതേപോലെ ജാതകപ്രകാരം ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും എല്ലാ ദിവസവും സൂക്ഷിക്കണം. ഏത് നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും. അപ്പോൾ യമകണ്ഠനെയും ഗുളികനെയും സൂക്ഷിക്കണം. അതിൽ ഗുളികകാല സമയം വരുന്നത് 7:50 തൊട്ട് 9:24 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:38 മുതൽ 3:38 തൊട്ട് 5:12 വരെയും നമുക്ക് ഈ 2 സമയങ്ങളും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അന്നത്തെ ദിവസത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന നമ്മൾ ചുവന്ന വസ്ത്രം മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ ചുവപ്പ് കലർന്നതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. അത് കോട്ടായിട്ടോ ഷാളായിട്ടോ അല്ലെങ്കിൽ പൊട്ടായിട്ടോ കർച്ചീപ്പായിട്ടോ നമ്മളെ കയ്യിൽ കരുതുന്നത് അല്ലെങ്കിൽ നമ്മളിൽ റെഡ് കളറ് വയ്ക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.